പുതിയ സ്പൈഡർമാൻ ചിത്രത്തിന്റെ കേരളത്തിലെ ഫാൻസ് ഷോ ടിക്കറ്റ് പുറത്തിറക്കി സാക്ഷാൽ സ്പൈഡർമാനായി അഭിനയിക്കുന്ന ടോം ഹോളണ്ടാണ് കേരളത്തിലെ ഔദ്യോഗിക ഫാൻസ് ഷോ ടിക്കറ്റ് പ്രകാശനം ചെയ്ത് മാർവൽ ഫാൻസ് ഇന്ത്യ എന്ന കൂട്ടായ്മയാണ് കൊച്ചിയിൽ കേരളത്തിലെ ആദ്യ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. 2022 ഖത്തർ ലോകകപ്പ് സമയത്ത് കേരളത്തിൽ സ്ഥാപിച്ചിരുന്ന മെസ്സിയുടെയും നെയ്മറിന്റെയും റൊണാൾഡോയുടെയും കട്ടൗട്ടുകൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു. അന്ന് ഫിഫ അവരുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വഴി കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ അഭിസംബോധന ചെയ്തു. ഇപ്പോഴിതാ 4 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ സിനിമ ആരാധകർക്കും ഒരു അഭിമാന മുഹൂർത്തം വന്നെത്തി. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ഏറ്റവും പുതിയ മാർവൽ ചിത്രം ജൂലൈ 30-നാണ് പുറത്തിറങ്ങുന്നത്. ശരിക്കും 31-നാണ് റിലീസ്. പക്ഷേ ലോകമെമ്പാടും ചിത്രം പ്രദർശനത്തിനെത്തുന്നതിന് ഒരു ദിവസം മുൻപ് ഇന്ത്യയിൽ ചിത്രം പ്രദർശിപ്പിക്കും. ഇന്ത്യയിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേക്ക് ആദ്യമായി ഒരു ഫാൻ ഷോ പ്രഖ്യാപിച്ചത് കൊച്ചിയിലെ വനിതാ വിനീത തിയേറ്ററിലാണ്. മാർവൽ ഫാൻസ് ഇന്ത്യയും കേരള പോപ്കോണും സംയുക്തമായാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ഫാൻ ഷോ ടിക്കറ്റും ഇപ്പോൾ പുറത്തു വന്നു. സ്പൈഡർമാനായി അഭിനയിക്കുന്ന സാക്ഷാൽ ടോം ഹോളണ്ടാണ് ടിക്കറ്റ് ഒപ്പുവെച്ച് പ്രകാശനം ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. And this is the first ticket you have to inaugurate this. Oh no way! Could you please hold on to this? That would be so much fun. Thank you. ചിത്രത്തിന്റെ അന്താരാഷ്ട്ര പ്രസ് ടൂറിന്റെ ഭാഗമായി ജർമ്മനിയിൽ വെച്ചാണ് ടോം ഹോളണ്ട് ടിക്കറ്റ് പ്രകാശനം ചെയ്തത്. കേരളത്തിലെ മാർവൽ ആരാധകർക്ക് ലഭിച്ച വലിയൊരു അംഗീകാരമാണ് ചിത്രത്തിലെ നായകൻ തന്നെ ഫാൻ ഷോ ടിക്കറ്റുകൾ പുറത്തിറക്കിയത്. കൊച്ചി ഫാൻ ഷോയുടെ ടിക്കറ്റുകൾ പ്രീ ബുക്കിംഗ് തുടങ്ങി വെറും 90 മിനിറ്റിനുള്ളിൽ ഹൗസ്ഫുള്ളായി എന്നതും ശ്രദ്ധേയമാണ്. ആദ്യം മാർവൽ ഫാൻസ് കേരള എന്ന പേരിൽ തുടങ്ങി പിന്നീട് ദേശീയ തലത്തിലേക്ക് വളർന്ന് മാർവൽ ഫാൻസ് ഇന്ത്യയായി മാറിയ ഈ കൂട്ടായ്മ മുൻപും മാർവലുമായി സഹകരിച്ച് നിരവധി ഔദ്യോഗിക ഫാൻ ഷോകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിൽ ചിത്രത്തിന് ഇതിനോടകം ഫാൻ ഷോകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള ആലോചനകളിലാണ് ആരാധകർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.